തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ നല്ല ദിവസം, വിശേഷിയാൽ കർത്തൃദിവസം, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ദൈവം തരുന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് പകർന്നു തരുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ഓരോ അവസരങ്ങളെയും എന്നും ഞാൻ പറയുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ലളിത ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അതിനു മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എൻ്റെ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് തിരുമുമ്പിലിരുന്നു കൊണ്ട് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരാധ്യനായ ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്ത് നിന്ന് എന്നെ ചിന്തിപ്പിച്ച, നിങ്ങളോട് പറയാൻ പ്രേരിപ്പിച്ച, നിങ്ങൾക്ക് ആത്മവീര്യം പകർന്നു തരുന്ന ഒരു ദൈവിക ചിന്ത പങ്കുവെക്കേണ്ടതിന് 2 ശൗമേൽ 17-ാം അധ്യായം 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 2 ശൗമേൽ 17-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേലരും അഖീത്തോഫേലിൻ്റെ ആലോചനയേക്കാൾ അർഹ്യനായ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഖീത്തോഫേലിൻ്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അഖീത്തോഫേലിൻ്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. വളരെ പരിചിതമായിരിക്കുന്നൊരു വേദവാക്യമാണ് എന്നെ സംബന്ധിച്ച്. നിങ്ങളിൽ പലർക്കും അങ്ങനെ തന്നെയായിരിക്കാം. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടകരമായിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. അബ്ശാലോം രാജകുമാരൻ, ദാവീദിൻ്റെ ഏറ്റവും പ്രിയനായിരുന്ന മക്കളിൽ ഒരാളായിരുന്ന അബ്ശാലോം, അപ്രതീക്ഷിതമായിട്ട് അബ്ശാലോം ദാവീദിനെതിരായി തിരിയുന്നു. അധികാരമോഹം കൊണ്ടാണ്. അതിന് അബ്ശാലോം തന്നെയല്ല ഉത്തരവാദി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു അധികാരിയാകണം, രാജാവാകണം എന്നുള്ള മോഹം അബ്ശാലോമിൻ്റെ അകത്ത് പെട്ടെന്നുണ്ടായതല്ല. ഈ അഖീതോഫേലിനെ പോലുള്ള ചില ആളുകൾ തന്ത്രപരമായി അബ്ശാലോമിനെ വഷളാക്കി ആലോചന പറഞ്ഞു കൊടുത്ത് അപ്പനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചതാണ്. അങ്ങനൊരു ലോകമാണല്ലോ ഇത്. അത് ഞാൻ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പനെതിരെ മക്കളെയും, ഭാര്യയ്ക്കെതിരെ ഭർത്താവിനെയും, മാതാപിതാക്കൾക്കെതിരെ മക്കൾക്കെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ വാക്കിൽ പറഞ്ഞാൽ വലിയ പാരവെപ്പ് നടക്കുന്നൊരു ലോകമാണിത്. അതൊക്കെ ഈ ലോകത്തിൻ്റെ കെടുതികളിൽപ്പെട്ടതാണ്. അതെല്ലാം കണ്ട് പേടിച്ച് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നന്നായി ജോലി ചെയ്യുന്ന, നല്ല പെർഫോമൻസ് ഉള്ള, ചിലപ്പോൾ നമ്മുടെ കാര്യം നോക്കി പോകുമ്പോൾ മറ്റു പലർക്കും പലവിധ കാര്യങ്ങൾ നടക്കാതെ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് നമുക്കെതിരെ, നിങ്ങൾക്കെതിരെ പല ആലോചനകൾ, ഗൂഢാലോചനകൾ പലരിൽ നിന്നും ഉണ്ടായേക്കാം. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്നത് ഈ വേദപുസ്തക മാതൃകയിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരിക മാത്രമാണ് ഈ ഞായറാഴ്ചത്തെ ചിന്തയിൽ എൻ്റെ ഉദ്ദേശം. ബൈബിളിൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും ഞാൻ ബൈബിളിൻ്റെ പ്രത്യേകതകൾ പൊതുജനത്തോട് പറയും. ഇതിനകത്ത് മനുഷ്യൻ്റെ സകല വിഷയത്തിനും പരിഹാരം വരുത്തുന്ന ദൈവമുണ്ട്. പരിഹാരം ഏറ്റുവാങ്ങിയ അനേക ആൾക്കാരുമുണ്ട്. ഒരു ഊഹമല്ല. സാക്ഷികൾ എന്നൊരു വാക്ക് ബൈബിളിലില്ലേ? സാക്ഷികളുടെ വലിയൊരു സമൂഹം തിരുവെഴുത്തിനകത്തുണ്ട്. ദാവീദ് സ്വന്തം കുടുംബത്തിനകത്തു നിന്ന് എതിർപ്പുകൾ നേരിടുകയാണ്. അതും ആരുടെയൊക്കെയോ ഗൂഢാലോചന നിമിത്തം. ആ ഗൂഢാലോചന നിമിത്തം ദാവീദിന് കുറച്ച് നാളത്തേക്ക് കൊട്ടാരം വിട്ട്, തൻ്റെ കർമ്മമണ്ഡലം വിട്ട് കാട്ടിലേക്ക്, ഒലൂമലയിലേക്ക് പോകേണ്ട വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ അഖീതോഫേലിൻ്റെ ആലോചനയൊക്കെ പ്രഥമ ദൃഷ്ടിയ ഏറ്റു. പക്ഷെ അത് ഏറ്റു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ മുഴുവൻ കയ്പും വൈരാഗ്യവും കയറി, അല്ലെങ്കിൽ നിരാശ കയറി, ഒരപ്രാന്തനെ പോലെ ഏതെങ്കിലും സ്ഥലത്ത് പോയി, പണ്ട് ഏലിയാവ് ചുരുണ്ടുകൂടി കിടന്നതുപോലെ കിടക്കുകയല്ലായിരുന്നു. ചുരച്ചടിച്ചുട്ടിപ്പോയി ഏലിയാവ് ഇസബേലിൻ്റെ ആലോചന വന്നപ്പോഴേക്കും പേടിച്ചു വരണ്ട് മനസ്സ് മടുത്ത് പോയി കടന്നു. ദാവീദ് അഖീതോഫേലിൻ്റെ ആലോചന പ്രവർത്തനക്ഷമതയോടെ രാജ്യത്ത് ഫലിക്കുകയും മകനിലൂടെ അത് അപ്പനിലേക്ക് ഏൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവിനെ പോലെ തന്നെ ദാവീദും കാട് കയറി നാട് വിട്ടു.
പക്ഷേ തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് 15-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് ഒലിവുമലയിൽ എവിടെയോ ഇതുപോലെ ചുരച്ചടി ചോട്ടിൽ ഏലിയാവ് കടന്ന പോലെ പോയി ഏതോ മരച്ചോട്ടിൽ താൻ പതിവായി പോയി പ്രാർത്ഥിക്കാറുള്ള സ്ഥലത്ത് പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് 31-ാം വാക്യം 15-ാം അധ്യായം. ദാവീദ് കരഞ്ഞുകൊണ്ട് അവിടേക്ക് കയറി ചെന്നു. അബ്ശാലോമിനോടുള്ള കൂട്ടുകെട്ടിൽ അഖീത്തോബേൽ ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ, അഖീത്തോബേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരു ആലോചന എനിക്കെതിരെ നടക്കുന്നു, അതാണ് എനിക്ക് ഗതിയിൽ വരേണ്ടി വന്നത് എന്നതറിഞ്ഞപ്പോൾ 1000 ചിന്തകൾ വരാം. എന്നെപ്പോലത്തെ ഒരാൾക്കെതിരെ ഒരു ആലോചന നടന്നപ്പോൾ ദൈവം അത് അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോട് പിറുപിറുക്കാം. ഇത്രയും നേരോടെ നിന്നിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥന നിർത്താം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോഹഭംഗം കൊണ്ട് മാനസികമായി തകർന്ന് ഒരവട്ടനെ പോലെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാം. ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവമേ, വേറൊന്നും പ്രാർത്ഥിച്ചില്ല, അഖീത്തോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലിച്ചു. ദൈവമക്കളെ, ആ പ്രാർത്ഥന ഫലിച്ചു. ഫലിച്ചതിൻ്റെ 3 അടയാളങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പ്രാർത്ഥന ഫലിച്ചതിൻ്റെ 3 അടയാളങ്ങൾ. നിനക്ക് വിരോധമായി നടക്കുന്ന ഗൂഢാലോചനകൾ, നിനക്ക് വിരോധമായി നടക്കുന്ന അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ഉണ്ടാകും. എല്ലാവർക്കും എതിരെ ഇതൊക്കെ ഉണ്ടാകും. സൂക്ഷിച്ച് നോക്കിയോ. വെപ്രാളം കാണിച്ച് എല്ലാം പിശാചി ചെയ്യുന്നതെന്ന് പറയാതെ ചിലത് മനുഷ്യൻ്റെ തന്ത്രങ്ങളാണ്. അത് തിരിച്ചറിയണം. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അവനെ തട്ടിക്കളയണമെന്നോ അവനില്ലാതാക്കണമെന്നോ അല്ല, എനിക്കെതിരെയുള്ള ആലോചന വ്യർത്ഥമാക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച ആദ്യത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ 15-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹൂഷായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദാവീദിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനും അങ്ങയുടെ കൂടെ പോരാ, ഞാൻ അങ്ങയുടെ കൂടെ പോരാ. അപ്പോൾ ദാവീദ് പറഞ്ഞു, വേണ്ട, നീ എൻ്റെ കൂടെ വന്നാൽ എനിക്ക് ഈ കാട്ടിൽ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഭാരമായിരിക്കും. നീ ഒരു കാര്യം ചെയ്യണം, നീ തിരിച്ചു പോകണം. നീ തിരിച്ചു പോയി അബ്ശാലോമിൻ്റെ അടുക്ക ചെന്നിട്ട് പറയണം, നിൻ്റെ അപ്പൻ ദാവീദിൻ്റെ കൂടെ ഞാൻ ഒട്ടിച്ചേർന്ന് നിന്നതുപോലെ നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറയണം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യതായിരിക്കാം. ആ 34-ാം വാക്യം തീരുമ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നു, നിനക്ക് അഖീത്തോഫേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കാൻ കഴിയും. അപ്പം ഞാൻ ഒന്നാമത്തെ ഒരു തെളിവ് പറയട്ടെ. എൻ്റെ ദൈവ പൈതലേ, നിനക്കെതിരെ ഉണ്ടാകുന്ന ഏത് ഗൂഢാലോചനയും അതിൻ്റെ പുറകിൽ എത്ര ശക്തനാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ ആലോചനയെ വ്യർത്ഥമാക്കുന്ന ഒരുവനെ എൻ്റെ ദൈവം നിൻ്റെ മുമ്പിൽ കൊണ്ടുതരും. ഈ ഹൂഷായി എന്ന് പറയുന്ന മനുഷ്യൻ വലിയ പുള്ളിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ദാവീദിന് അവൻ്റെ അടുക്ക കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവനെ ദൈവം എൻ്റെ അടുക്കൽ അയച്ചിരിക്കുക. അവൻ വന്നത് ദാവീദിൻ്റെ കൂടെ കാട്ടിൽ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാനോടെ കൂടെ ഇരിക്കാമെന്ന് പറയാൻ വേണ്ടി. പക്ഷെ ദാവീദ് പറഞ്ഞു, വേണ്ട, നിൻ്റെ എൻ്റെ അടുക്കൽ അയച്ചപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു, നിനക്ക് അഖീത്തോബേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കാൻ കഴിയും. അപ്പം ഞാനതിനിങ്ങനെ നിങ്ങളോട് പഠിപ്പിക്കട്ടെ. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അടുക്കൽ നിനക്ക് വിരോധമായിരിക്കുന്ന ആലോചനയെ വ്യർത്ഥമാക്കാൻ പറ്റുന്ന ഒരാളെ നിൻ്റെ അടുക്കൽ അയക്കുമെന്ന് ഒരാളെ ദൈവം നിനക്ക് തരും. അല്ല ചുമ്മാ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവ് എന്തെങ്കിലും ചെയ്യാൽ. ഈ ലോകത്തിൽ തന്നെയാണ് ദൈവം കാര്യങ്ങൾ നടത്താൻ ആളുകളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ദൈവം അയച്ചു ദാവീദിൻ്റെ അടുക്കൽ. എന്തിന്? ആലോചനയെ വ്യർത്ഥമാക്കാൻ. 17-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് അതാണല്ലോ നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവമായ യഹോവ അഖീത്തോബേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കാൻ നിശ്ചയിച്ചു. 2-ാമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചില കാര്യങ്ങൾ നിശ്ചയിക്കും. നിനക്കെതിരെയുള്ള ആലോചന ഫലിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് താഴെ കൊട്ടാര വളപ്പിനകത്ത് കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരുന്ന് ആലോചന നെയ്തെടുക്കുന്ന തന്ത്രശാലികളല്ല. അങ്ങ് കൊട്ടാരത്തിൻ്റെയൊക്കെ മുകളിൽ സ്വർഗീയ ഭവനത്തിലിരുന്നു കൊണ്ട് നടപടികൾ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്.
അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തീരുമാനിക്കും ഈ ആലോചന നടക്കാൻ ഇടയാകരുത്. അത് ദൈവം നിശ്ചയിച്ചു. ഇത് പ്രാർത്ഥിക്കുന്നവർക്കേ ഫലിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം പിടികിട്ടിയല്ലോ. മൂന്നാമത്തത് 2 ശമൂവേൽ 17:23 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ അഹീതോഫേലിൻ്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരി ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാണ് മരിച്ചു. അയ്യോ, അങ്ങനെയൊന്നും ദാവീദ് പ്രാർത്ഥിച്ചില്ലായിരുന്നല്ലോ. ഇവൻ കെട്ടിത്തൂങ്ങിച്ചാവണേ, ഇവൻ്റെ തലയിൽ കൂടെ ട്രിപ്പർ കയറിപ്പോണേ എന്നൊന്നും പ്രാർത്ഥിച്ചില്ല. എനിക്കെതിരെ വരുന്ന ആലോചന ഫലിക്കരുതേ എന്നേ പ്രാർത്ഥിച്ചുള്ളൂ. അത് വ്യർത്ഥമാക്കണേ എന്നേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അതിഭയങ്കരമായി ചെയ്യുന്ന കർത്താവ് ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം ചരിത്രത്തിലാദ്യമായി അഹീതോഫേലിൻ്റെ ആലോചന ഫലിക്കാതെ പോയി. ജനങ്ങൾ പറയാൻ തുടങ്ങി ഇവൻ്റെ ആലോചന നന്നല്ല. ഒരു കാര്യം കൂടി അതിനിടയ്ക്ക് ഞാൻ പറയാം. അത് 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ്. ഹൂശായി അബ്ശാമിനോട് പറഞ്ഞത് എന്തെന്നാൽ അഹീതോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. അപ്പോൾ ഇത്രയും നാൾ നല്ല ആലോചന പറഞ്ഞവൻ ദാവീദ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ആലോചന പാളാൻ തുടങ്ങി. പഴയതുപോലെ മൂർച്ചയില്ലാതാകാൻ തുടങ്ങി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവും ഞാൻ പറഞ്ഞതുകൊണ്ട്? ഈ ലോകം ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്ന ലോകമാണ്. പലതരം ആളുകളാണ് ചുറ്റുവട്ടത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് ജീവിക്കണ്ടേ? ഇങ്ങനെയൊരു പിശാചുണ്ട്, പിശാചിൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട്, നിൻ്റെ വീട്ടിൽ തന്നെ ചില പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമുക്ക് ജീവിക്കണ്ടേ? ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ പറയാം. 4 കാര്യങ്ങളാണ് സംഭവിച്ചത്. 1, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആലോചന വ്യർത്ഥമാക്കുന്ന ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. 2, അന്ന് വരെ നല്ല ആലോചന പറഞ്ഞുകൊണ്ടിരുന്നവൻ അന്ന് മുതൽ ഏതാണ്ടും വട്ടു പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പാളിപ്പോകുന്ന ആലോചന, ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആലോചന പാളാൻ തുടങ്ങി. 3, ദൈവം നിശ്ചയിച്ചു ആലോചന വ്യർത്ഥമാക്കണം. 4, ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കെട്ടിഞ്ഞാണ് ചത്തു. ഒറ്റ പ്രാർത്ഥന. ഏതൊക്കെ മേഖലയിലാണ് ദൈവം പ്രവർത്തിച്ചേ? ഞാൻ നിങ്ങളെ ഇന്നും നിർബന്ധിക്കുന്നു, പ്രാർത്ഥന ഒരു ഭയങ്കര ആയുധമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ 4 മേഖലകളിൽ ദൈവമായ കർത്താവ് പ്രവർത്തിക്കും. ഈ പറഞ്ഞ വാക്കൊക്കെ ബൈബിളിൽ അടിവരയിടണം. നിൻ്റെ ഭർത്താവിനെ നിനക്കെതിരെയാക്കുന്ന, നിൻ്റെ മേലുദ്യോഗസ്ഥനോട് നിനക്കെതിരെ ആലോചന പറഞ്ഞു കൊടുക്കുന്ന, നിൻ്റെ കുഞ്ഞുങ്ങളെ നിന്നിൽ നിന്ന് കുത്തിത്തിരിക്കുന്ന, അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ. നിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിൻ്റെ സഭയ്ക്കെതിരെ ആളുകളെ ഇളക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഏത് അഹീതോഫേലാണെങ്കിലും പ്രാർത്ഥിച്ചാൽ, ഏലിയാവിനെ പോലെ നിരാശപ്പെടാതെ ദാവീദിനെ പോലെ പ്രാർത്ഥിച്ചാൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. അത് സംഭവിക്കട്ടെ. അതിനായി നമുക്ക് ഈ കർത്തൃദിവസം പ്രാർത്ഥിക്കാം. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കൂടിയാണല്ലോ. ഈ ആഴ്ച ഇതുപോലത്തെ ചില കാര്യങ്ങൾ നടക്കട്ടെ. ജയം നമുക്ക് ഘോഷിക്കാനിടയാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ, ചിലരുടെ ആലോചന പോലും നിർവീര്യമാക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരുതലിന് നന്ദി. ഇന്നത് കേട്ടിട്ട് ചിലർക്കെതിരെ ചമയ്ക്കുന്ന കള്ളക്കഥകൾ നിർവീര്യമായി ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ നടക്കാൻ പ്രാർത്ഥിക്കുന്നു. തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.